നല്ല പോട്ട് ചെയ്യ. ഗുഡ് മോർണിംഗ് വൈറസ് സാറേ. എന്താ പുതിയ പരീക്ഷണം വല്ലതും ഉണ്ടോ? ജോൺ, ഇത് നോക്കൂ. ഇത് 3 റോബോട്ടിക് പിക്സൽ ബോൾസ് ആണ്. ഇതുകൊണ്ട് മോട്ടു പത്രുവിനെ നിനക്ക് ചവിട്ടി മെതിക്കാം. എന്നിട്ട് ഇത് കടിക്കുകയും ചെയ്യും. ഇതാണ് മെയിൻ ബോൾ. ബാക്കി 2 ബോളുകൾ ഇവന്റെ കമാൻഡിന്റെ പുറത്താണ് വർക്ക് ചെയ്യണം. ഈ മെയിൻ റോബോട്ടിക് ബോളിൽ ആരുടെ ഫോട്ടോ ഉണ്ടെങ്കിലും ഇത് അതിന്റെ പുറകെ വെച്ച് പിടിക്കും. ഇത് പിടിച്ചോ, ഈ റിമോട്ട് പിടിച്ചോ. ഇതുകൊണ്ട് ഇതിന് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഞാൻ നിനക്ക് അപ്പം മാത്രമേ ഇത് തരൂ. നീ എനിക്ക് 20 കോടി തന്നതിന് ശേഷം. താങ്ക് യു വൈറസ് സാർ. ഞാൻ ഇതിന്റെ കാശൊക്കെ ഇവരുടെ കയ്യിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് പരീക്ഷിക്കാൻ സാറിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുവാണേ. ഞാൻ നിന്നെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചേ അടങ്ങൂ. മണ്ടൻ. മോട്ടുപത്രവന്റെ ഫോട്ടോ ഇതിലിടാം. നിർത്ത്. നിങ്ങളുടെ ഇരകൾ മുന്നിൽ തന്നെയുണ്ട്. വരൂ മോട്ടു, നമുക്ക് സമോസ കഴിച്ചിട്ട് വരാം. ചെല ചെല. അല്ല, ഇതെന്ത് സാധനമാണ് നമ്മുടെ പുറകിൽ വരുന്നത്? പത്തല് ഓടിക്കോ, ഓടിക്കോ. Shingam is arriving. എന്നെ ശല്യം ചെയ്യാൻ വീണ്ടും ഇവന്മാർ എത്തിയല്ലോ. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. കണ്ടപ്പോ എന്താ ചെയ്യാൻ പോണെന്ന്. ഇളനീര് പട്ടാളം, കമോൺ ചാർജ്. ഇത് ഇളനീര് കൊണ്ട് കളിക്കാനുള്ള സമയമല്ല ചിങ്കം സാറേ. അങ്ങോട്ട് നോക്ക്, ആരൊക്കെയാ വരുന്നേന്ന്. ഞങ്ങളെ രക്ഷിക്ക്. 3 പന്തുകൾ ഞങ്ങളുടെ പുറകെ വന്നുകൊണ്ടിരിക്കുക. എന്ത് 3 പന്തുകളോ? ഇതെന്താ, നിങ്ങള് പന്തുകളെ കണ്ട് പേടിക്കാൻ തുടങ്ങിയോ? എന്റെ അമ്മോ, ഇത് എന്നെ കൊന്നാണ്. ചിങ്കം സാർ, അത് തന്നെയാണ് ഞങ്ങളുടെ പുറകിലും വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മോ, പന്തുകളെ അവിടെ നിന്നോളണം. എന്റെ അമ്മോ. എന്റെ ബൈക്ക് പപ്പടമായി കഴിഞ്ഞല്ലോ. എന്റെ അമ്മോ, ഇവറ്റകള് തിരിച്ചു വരികയാണല്ലോ. വിട്ടോ. രക്ഷിക്കണേ, രക്ഷിക്കണേ. മോട്ടുവിന്റെ ചങ്ക എന്റെ ബ്രോ ആദ്യം ശ്വാസം വിട്, എന്നിട്ട് പറ എന്താ സംഭവിച്ചത്. ഡോക്ടർ ജഡ്ക, 3 പന്തുകൾ ഞങ്ങളുടെ പുറകെ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളെ രക്ഷിക്കേ. എന്ത് പന്തുകള് നിങ്ങളുടെ പുറകെ വരുന്നോ? അതെങ്ങനെയാ? അതേ വലിയേട്ടാ, ആ ബോളിന് വാ തുറക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ പൂട്ടാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് കടിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. വന്നു. ഓടിക്കോ. വേണ്ട. എന്റെ അമ്മേ. മോട്ടു. വേണ്ട, എന്റെ അത്തിമാര അമ്മജിയെ, ആ പന്തുകള് നമ്മളെ കടിക്കാൻ വരുന്നുണ്ടോ? പൊളിക്കടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ മോട്ടു ഇതുവരെ പ്രശ്നങ്ങൾ കൊണ്ടുവരാത്തൊരു ദിവസം തന്നെ ഉണ്ടായിട്ടില്ല. ചെയ്യൂ. ഞാനിപ്പൊ പറയാൻ ചങ്ക്.
കണ്ടില്ലേ എന്റെ ചങ്ക എന്റെ ബ്രോ ഇത് റോബോട്ടിക് ആണ്. ഇതാ കണ്ടില്ലേ ആ നടുക്കത്തെയാണ് മെയിൻ റോബോട്ട്, ബാക്കി രണ്ടെണ്ണം കമാൻഡേഴ്സ് ആണ്. അവര് രണ്ടുപേരും എപ്പോഴും മെയിൻ റോബോട്ടിന്റെ കൂടെ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഉണ്ട്. ആരുടെ ഫോട്ടോയാണോ അവരുടെ കയ്യിലുള്ളത് അപ്പോഴുണ്ടല്ലോ അത് അവരുടെ പുറകെ തന്നെ പോകും. എനിക്ക് തോന്നുന്നത് ഇത് ജോണിന്റെ പണിയാണെന്നാ. കാരണം അവൻ നമ്മുടെ ആജീവനാന്ത ശത്രുവല്ലേ. പത്തലു നീ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. അപ്പൊ ഇതിന് ജോണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ ഇത് ജോണിനെ പിന്തുടർന്ന് പോയിക്കോളും. ഓ എന്റെ ചങ്ക എന്റെ ബ്രോ ഐഡിയ ഒക്കെ കൊള്ളാ. പക്ഷെ നമ്മുടെ കയ്യിൽ ജോണിന്റെ ഫോട്ടോ ഇല്ലല്ലോ ചങ്ക്. ജോണിന്റെ ഫോട്ടോ ചിങ്കം സാറിന്റെ കയ്യിൽ ഉണ്ടാവും. ഹലോ ചിങ്കം സാറേ, അവര് ജമ്പ് ചെയ്യുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചാടാം. ഫോട്ടോ പത്തലോ എന്നാ പിടിച്ചോ ജോണിന്റെ ഫോട്ടോ. എന്റെ അമ്മോ ഇതെല്ലാരും കൂടെ എങ്ങോട്ടാണ്? ആ പന്ത് എവിടെ പോയി? ദേ വരുന്നുണ്ട് ആ പന്തുകള്. എന്റെ അമ്മോ ആ റോബോട്ടിക് പന്തുകൾ എന്റെ പുറകെയല്ല വീണ്ടും കെട്ടിയെടുക്കുന്നത്. നിങ്ങളുടെ പുറകെയല്ല ഞങ്ങളുടെ പുറകെ വരുന്നത്. വേഗം ജോണിന്റെ ഫോട്ടോ തരൂ, അതിന് പറഞ്ഞയക്കാം. ഓഹോ ഇതെന്താ ഹന്തവും കൊണ്ടുമില്ലാതെ പോകുന്നേ. മോട്ടുവിന്റെ പത്തലവന്റെ ഈ പേടി കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. ഇത് ആഘോഷിക്കാനുള്ള സമയമാണ്. ഇതെന്താ ബെല്ലും ബ്രേക്കും ഇല്ലാതെ വണ്ടി പോകുന്നത്? എന്റെ അമ്മോ. ജോണിന്റെ ഫോട്ടോ കിട്ടി. പക്ഷേ പൂച്ചയെ പോലെ പതുങ്ങിപ്പോയി ഇത് കാണിക്കണ്ടേ? അതെങ്ങനെ കാണിക്കും? അല്ല ഈ പൂച്ച ഇപ്പൊ എവിടുന്നാ വന്നത്? ഒരു കാര്യം ചെയ്യാം, ഈ റോബോട്ടിക് ബോളിനെ നമുക്ക് തിരിച്ചു പറഞ്ഞു വിട്ടേക്കാം. എന്റെ മോട്ടു ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ബോളിന് ആര് ഫോട്ടോ കാണിച്ചു കൊടുക്കും? എന്റെ പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. സമൂസ കഴിക്ക്, എന്നിട്ട് നീ വേഗം പണി തുടങ്ങിക്കോളൂ. എന്നാ പിടിച്ചോ മോട്ടു, സമോസ തയ്യാറാണ്. ഇനി സമൂസ കൊണ്ടുവന്ന ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഞങ്ങളിട്ട് വലച്ചു നിങ്ങൾ മൂന്നുപേരും. ഇനിയിപ്പം മുന്നോട്ട് വാ. ഹോഷ്. ഹോഷ്. അതെ. വേദനിക്കുന്നു 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 അവരെന്താ അതിനകത്ത് കാണിച്ചത്? എന്റെ ഫോട്ടോയിൽ അവർ അതിനകത്ത് ഇട്ടത് പണി പാളിയല്ലോ. അതെന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. ഇത് ഞാൻ എന്ത് ചെയ്യും? രക്ഷിക്കണേ. എന്നെ ചപ്പാത്തിയാക്കി കളഞ്ഞു. എടുത്തോണ്ട് പോടേ എന്നെ. ജോൺ തീർന്നടാ, തീർന്നു. ഇല്ല. ഇനി എന്ത് ചെയ്യും? എന്താ ചെയ്യാ? രക്ഷിക്കണേ, രക്ഷിക്കണേ. ചിങ്കം സാറേ, രക്ഷിക്കണേ. ജോൺ ഇപ്പൊ സ്വയം രക്ഷപ്പെടുത്തി ഒന്ന് കാണിച്ചേ.
അതിന്റെ അർത്ഥം എന്റെ പൂച്ച പതുക്കെ കരഞ്ഞു മ്യാവ്. പത്ലു നീ വീണ്ടും എവിടുന്ന ഈ പൂച്ചയെ കൊണ്ടുവരുന്നത് പറ. എന്റെ മോട്ടു ഞാൻ വെറുതെ പറഞ്ഞതാ. അതിനർത്ഥം ജോണിന്റെ ബോൾ ജോണിനെ തന്നെ കടിക്കുന്നു എന്നാ. മനസ്സിലായോ? പൂച്ചയുടെ എലിയുടെ കാര്യമൊക്കെ വിട്, എന്നിട്ട് എന്നെ രക്ഷിക്കാൻ നോക്ക്. ആദ്യം എന്റെ ഫോട്ടോ ഇതിനകത്ത് നിന്ന് എടുക്കാൻ നോക്ക്. എന്റെ അമ്മോ ജോൺ, തൽക്കാലം നിനക്ക് ഈ പോക്കറ്റ് തന്നെ ജയിലാവട്ടെ. മോട്ടു പത്ലു, ഞാൻ ഇവനെ ശരിക്കില്ല ജയിലിലേക്ക് കൊണ്ടുപോകട്ടെ. ചിങ്കം സാറേ, ഇങ്ങനെ ചെയ്യരുത്. Watch India's largest kids library only on Jio Hotstar. Download the app now.